പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആരോടെങ്കിലും? നിങ്ങൾ തന്നെ പറയണം നമ്മൾ അതടിക്കുന്നു ഇതടിക്കുന്നു അതടിക്കുന്നു ഇതടിക്കുന്നു അല്ലേ? അല്ലേ? ഈ നാട്ടിലെ വിവരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എനിക്ക് അതെപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്? നിങ്ങളെപ്പോഴാണ് അറിഞ്ഞത്? അതറിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊക്കെ എപ്പോഴും അറിഞ്ഞു, എപ്പോഴല്ലേ റിപ്പോർട്ട് കിട്ടിയത്? എപ്പോഴാണല്ലോ അറിയണത്. അറിഞ്ഞപ്പോ അതിനത് എന്താ ആക്ച്വലി നമ്മൾ പണ്ട് ജനിച്ചു പോകുന്ന സമയങ്ങളിൽ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് കലാകാരന്മാരാണ് അവൻ അടിച്ചു കൂത്താടി നടക്കുന്നവനാണെന്നല്ലേ? കലാകാരന്മാർ അടിക്കണ കാര്യം പുതുമയുള്ള കാര്യമാണോ? ആണോന്ന് എന്ത് ലഹരിയാണെങ്കിലും അല്ലേ? നിങ്ങളെന്താ ഒന്നും പറയുക? ഞാനൊന്നും പറയില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ത്രീകൾ വലിയ നിലയിലുള്ള വിവേചനം നേരിടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് വ്യാപകമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിനോട് ഷൈൻ്റെ പ്രതികരണം എന്താണ്? സ്ത്രീകള് ഇതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയായിരിക്കും. അവർക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ആരും. ഇതിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വിവേചനം ഉണ്ട് ഇതിനകത്ത്. അവർ അതിക്രമം സ്ത്രീകൾക്ക് മാത്രമല്ല വ്യക്തികൾക്ക്, പല വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിവേചനമുണ്ട്. പുരുഷ സ്ത്രീ വ്യത്യാസത്തിലല്ല ഈ വിവേചനം, മാർക്കറ്റ് പരമായിട്ടാണ്. ഒരു വ്യക്തിക്ക് മാർക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ, അവനെ എല്ലാവരും തൽപരരാണ് അല്ലേ? ഒരു വ്യക്തിക്ക് മാർക്കറ്റോ ബിസിനസ്സോ ഇല്ലെങ്കിൽ അവന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. എന്താ ഇതൊരു ബിസിനസ് മേഖലയും കൂടിയല്ലേ അല്ലേ? GST അടയ്ക്കുന്നവരാണ് നമ്മൾ. ഏത് രീതിയിലുള്ള വിവേചനമാണ്? അവസരങ്ങളുടെ വിവേചനം, അതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന വിവേചനം, അതുപോലെ തന്നെ അതിക്രമം നേരിടുന്നത് സ്ത്രീകൾക്ക് നേരെ ഈ സിനിമാ മേഖലയിൽ മാത്രമാണോ? എന്നാൽ സിനിമാ മേഖലയിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് നേരിടാത്തത് ശരിക്കും. ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ നേരിട്ടാൽ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. നിങ്ങളെ മാധ്യമ മേഖല അല്ലേ? അല്ലേ? മാധ്യമ മേഖല, അതായത് പത്രവാർത്താ മീഡിയകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മേഖല, പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല, സ്കൂളുമായി ബന്ധപ്പെട്ട, ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല, എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകൾ? ഉണ്ടോ? നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിൽക്കരുത് എന്റെ മുന്നിൽ, ഒന്നും അറിയാത്ത പോലെ. മനസ്സിലായോ? എന്തെങ്കിലും ചോദിച്ചാ നിങ്ങൾ കൂടി പറയാം. നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഒരു അങ്ങനെ അതിക്രമങ്ങൾക്ക് നേരിടുമ്പോൾ ആ സ്ത്രീ തന്നെയാണ് ആദ്യം പോരാടേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ? അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലുള്ളൂ. ഇപ്പൊ സിനിമ മേഖലയിലുള്ളവരാരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാതെ ഇരിക്കും അവർക്ക്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. അല്ല ഷൈൻ, ഈ സ്ത്രീ വിവേചനം നേരിടുന്ന സ്ത്രീകൾക്കും അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ? നമ്മള് ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ്. മനസ്സിലായോ? അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനത്തോടെയാണ് എന്റെ അടുത്ത് പറയുന്നല്ലേ? സിനിമാ മേഖലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയാനുണ്ടാവും ഒരുപാട് കഥകള്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ താങ്കൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന വിവേചനം, ഞാൻ ജനിച്ചു വളരുന്ന സാഹചര്യം, അതായത് എന്റെ കുടുംബം, എന്റെ സമുദായം, ഞാൻ കണ്ടിട്ടുള്ള സ്കൂളുകൾ മേഖലകൾ, സ്കൂൾ മേഖലകൾ, അത് കഴിഞ്ഞിട്ട് വന്ന ഫിലിം മേഖലകൾ, അല്ലെങ്കിൽ അതിനു പുറത്തുള്ള എല്ലാ വ്യവസായ മേഖലകളും, അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി, അല്ലെങ്കിൽ ഈ നമ്മുടെ ട്രസ്റ്റ് മേഖലകൾ, എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ? പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല, ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. മനസ്സിലായോ? കണ്ടിട്ടുമില്ല, ഇനി അറിയത്തുമില്ല എന്നുള്ളതല്ല. അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം. പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ടാണ്. ഞാൻ എപ്പോഴും ഇവിടെ
ഞാൻ എല്ലാവരുടെ ഒപ്പമാണ്. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും. കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനാണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം? സ്വാഭാവികമായും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിൽക്കണം. വേണ്ടേ? മേഖലയിൽ ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം. ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ സിനിമാ മേഖലകളിൽ? ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? അങ്ങനെ എന്തോ പഴുന്നില്ലേ? എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിട്ടെ, മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? സിഗരറ്റും ഡ്രിങ്ക്സും വേസ്റ്റ് ഡ്രഗ്സ്. അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ. സോ ചോദ്യം ഇതാണെന്നല്ല. അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും. മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. അതിനെന്താ ഞാൻ പറയണ്ട? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ്. മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും. മാരക. അതല്ലേ ഞാൻ പറഞ്ഞത്. മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരം. ജയിലിൽ പോയത് എന്തിനാണെന്ന് അറിയില്ല. ജയിലിൽ പോയത് എന്തിനാണെന്ന് അറിയില്ല. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് സംസാരിക്കണം. ഞാൻ ജയിലിൽ പോയ കഥയൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അല്ല മറുപടി പറയുന്നെങ്കിൽ ഒരു പക്ഷേ ചില ബഫൂണുകൾ പറയുന്ന ഉത്തരങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ ഇതല്ല ഉത്തരം. ഈ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ ഉത്തരമല്ല മലയാള സിനിമയിലെ പ്രമുഖർക്ക് പറയാനുണ്ടാകുക. അതിനൊക്കെ കൊടുക്കേണ്ട ബാധ്യതയല്ല. ഞാൻ BVR വീണ്ടും അരുൺ